ഇറാനിലെ ഭരണം അട്ടിമറിക്കുക, അവിടുത്തെ ഗവൺമെന്റിനെ പൂർണ്ണമായി മാറ്റുക, ഇതായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിലെയും കാലാകാലങ്ങളെ ഏറ്റവും വലിയ പ്രൈം ഒബ്ജക്റ്റീവ്, അതായത് ഒന്നാമത്തെ ലക്ഷ്യം. ഇതിനായി ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഏജൻസിയായ അമേരിക്കയുടെ CIA ഇസ്രായേലിന്റെ മൊസാദും ചേർന്ന് വർഷങ്ങളായി പലവിധ പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് ഇന്ന് വരെ ഇറാന്റെ റെജിം ചേഞ്ച് നടപ്പിലാക്കാൻ സാധിക്കാത്തത്? ഇതിൽ പിന്നിലുള്ള ഞെട്ടിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. IRGC ഓരോ 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസത്തും കൂടുമ്പോഴോ ശനിയാഴ്ചകളിൽ ഇറാന്റെ ആഭ്യന്തര സ്ഥിതി കൃത്യമായി വിലയിരുത്തി അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത റിപ്പോർട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി ഉൾപ്പെടെയുള്ള ടോപ്പ് ലീഡേഴ്സിനെ അസാസിനേഷൻ ചെയ്യാൻ പോലും കൃത്യമായ പ്ലാൻ ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ചേർന്ന് തയ്യാറാക്കിയിരുന്നു. എന്നിട്ടും ഈ പ്രിസിഷൻ അറ്റാക്കിനെ എവിടെയാണ് പാളിയത്? ഒരു വലിയ മിസ്ട്രൈക്കിലൂടെ നൂറുകണക്കിന് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ദുരന്തം എങ്ങനെയാണ് ഇറാന്റെ ഗവൺമെന്റിന് അനുകൂലമായ ഒരു വലിയ ജനകീയ വികാരമായി മാറിയത്? AI പ്രിസിഷൻ അറ്റാക്ക് ഹൗ ഗെറ്റ് ഫെയിൽ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ലക്ഷ്യം മിലിറ്ററി ബേസ് ആയിരുന്നു, പക്ഷേ തകർന്നത് സ്കൂളായിരുന്നു. ദ മിനാബ് ട്രാജഡി. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധതന്ത്രങ്ങളെയും ഇന്റലിജൻസിന്റെയും പൂർണ്ണമായി ഉപയോഗത്തിലാക്കി ഒരു സംഭവം ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായി. ഇറാന്റെ മിലിറ്ററി ബേസുകളെയും ടോപ്പ് ലീഡേഴ്സിനെയും ലക്ഷ്യമിട്ട് നടത്തിയ ഒരു സ്പോട്ട് അറ്റാക്ക് വലിയൊരു ദുരന്തത്തിലാണ് കലാശിച്ചത്. ഇറാനിലെ മിനാബ് എന്ന നഗരത്തിലുള്ള ഒരു മിലിറ്ററി കോംപ്ലക്സ് ലക്ഷ്യമിട്ട് വന്ന മിസൈലുകൾ തൊട്ടടുത്തുള്ള ഷജറെ തയ്യബെ പതിച്ചത്. ആക്രമണം നടത്തിയവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മിസ് സ്ട്രൈക്ക് ആയിരുന്നു അത്. ഈ ഭീകരമായ അറ്റാക്കിൽ 120-ലധികം പിഞ്ചു സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് നിരപരാധികളായ മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ഈ ഒരു സംഭവം അമേരിക്കയ്ക്ക് വലിയൊരു അന്താരാഷ്ട്ര തിരിച്ചടിയാണ്. വെസ്റ്റേൺ ഏജൻസിക്ക് പറ്റിയ ഈ കനത്ത AI ടാർഗറ്റിംഗ് എറർ ഇറാനിലെ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു മാറ്റമുണ്ടാക്കി. ഗവൺമെന്റിനോട് വിയോജിപ്പുണ്ടാവുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരാഴ്ച മുമ്പ് വരെ ഗവൺമെന്റ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അപ്രൈസിംഗ് നടന്ന ഇറാനിയൻ ജനത ഒരൊറ്റ മനസ്സോടെ തങ്ങളുടെ ഗവൺമെന്റിന് പിന്നിൽ അണിനിരന്നു. അതൊരു സ്ട്രോങ് ഇമോഷണൽ യൂണിറ്റിയാണ് ഈ ദുരന്തത്തിന് ശേഷം ലോകം കണ്ടത്. ജനങ്ങളുടെ ഈ വൈകാരിക പിന്തുണ ഇറാന്റെ പവർ സ്ട്രൈക്കിന് കൂടുതൽ ശ്രദ്ധേയമാക്കി. ഒരു നേതാവ് പോയാൽ മറ്റൊരാൾ, അല്ലെങ്കിൽ ടു മെനി ലീഡേഴ്സ് ഇൻ ഇറാഖ് 8 വർഷം നീണ്ടുനിന്ന യുദ്ധം അമേരിക്ക സദ്ദാം ഹുസൈനെയും ഗദ്ദാഫിയെയും ലക്ഷ്യമാക്കി കൊലപ്പെടുത്തിയതിനു ശേഷം ഇറാൻ ഒരു വലിയ പാഠം പഠിക്കുകയാണ്. അത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അധികാരം വളരെ കൂടുതലായി ഒരാളിലും രൂപീകരിക്കുന്നത് കൊണ്ട് ഭരണ സംവിധാനം പെട്ടെന്ന് തകരുമായിരുന്നു. ഇതിൽ നിന്ന് ഇറാൻ വലിയൊരു പാഠം പഠിച്ചു. അതിനുശേഷം ഇറാൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അധികാരം ഒരു വ്യക്തിയിലേക്കോ ഒരു കെട്ടിടത്തിലേക്കോ മാത്രം കേന്ദ്രീകരിക്കാതിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈനിക കമാൻഡറുകൾ സ്ഥാപിച്ചു. പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടാലും പകരക്കാരെ മുൻകൂട്ടി നിശ്ചയിച്ചു. സൈന്യവും സുരക്ഷാ സംവിധാനങ്ങളും വിവിധ തലങ്ങളായി വിഭജിച്ചു. IRGCയെ 31 സ്വയംഭരണ പ്രാദേശിക യൂണിറ്റുകളാക്കി 30 പ്രവിശ്യകളും ഒരു ടെഹ്റാൻ കമാൻഡും പുനഃസംഘടിപ്പിച്ചു. ദേശീയ നേതൃത്വത്തിന് പരിക്കേറ്റാൽ പ്രാദേശിക കമാൻഡറുകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് തുടരാമെന്ന ആശയം ആധുനിക ഇറാനെ ഒരു ഏകാധിപത്യ വ്യവസ്ഥയേക്കാൾ ഒരു മൊസൈക്ക് സംവിധാനത്തിലാണ് വിശകലന വിദഗ്ധർ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഒന്നിലധികം പിൻഗാമികളെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടാലും പ്രവർത്തിക്കാൻ സ്ഥാപനങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സിംഗിൾ ക്യാബിനറ്റിനോ ഒരാളുടെ കയ്യിലോ മാത്രമല്ല അധികാരമിരിക്കുന്നത്. ഇറാന്റെ ഭരണമെന്നത് പൂർണ്ണമായി ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇറാനിൽ ഭരണം നിയന്ത്രിക്കുന്നത് അവിടുത്തെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖൊമൈനിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷിയ വിശ്വാസികൾക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള പോപ്പ് പോലെയാണ് ഷിയ വിശ്വാസികൾക്ക് അവരുടെ ആയത്തുള്ള. ജനങ്ങൾക്ക്
അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ പബ്ലിക് സെന്റിമെന്റ് ആയത്തുള്ളക്ക് ഒപ്പമായി, അതായത് അയാളുടെ അസാസിനേഷന് ശേഷം പബ്ലിക് സെന്റിമെന്റ് 100% ആയത്തുള്ളയുടെ കൂടെ ആയി എന്നുള്ളതാണ്. വെസ്റ്റേൺ കൾച്ചറിൽ ഒരു ഗവൺമെന്റിന്റെ തലവനെ മാറ്റിയാൽ ഭരണം എളുപ്പത്തിൽ വീഴ്ത്താം. പക്ഷേ ഇറാനിൽ നിന്ന് നടക്കില്ല. കാരണം ഒരു ടോപ്പ് ലീഡർ കൊല്ലപ്പെട്ടാൽ ആ ഭരണം നിലം പൊത്താതിരിക്കാൻ അവർ മുൻകൂട്ടി തന്നെ ആ പ്രദേശങ്ങളിലേക്ക് മറ്റ് ലീഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാകും. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ 32 ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റാണ് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം. അടുത്ത സബ്ജക്റ്റ് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന ഗൂഗിൾ മാപ്പിനെ വെട്ടിച്ച ചൈനീസ് ബൈഡു. ഇനി വരുന്നത് ഈ കഥയിലെ ഏറ്റവും വലിയ സാങ്കേതിക ട്വിസ്റ്റാണ്. ഇസ്രായേലിനെയും ഇറാനെയും തമ്മിലുള്ള യുദ്ധം മുറുകിയപ്പോൾ അമേരിക്കയും ഇസ്രായേലും അവരുടെ സാറ്റലൈറ്റ് ഉപയോഗിച്ച് ഇറാനെ ട്രാക്ക് ചെയ്യാൻ നോക്കി. ഗൂഗിൾ മാപ്പ് ഇൻഫ്രാസ്ട്രക്ചർ വരെ ഇതിനായി ഉപയോഗിക്കപ്പെട്ടു. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട ഇറാൻ ഒരു സ്മാർട്ട് മൂവ്മെന്റ് നടത്തി. അവർ US നിയന്ത്രണത്തിലുള്ള GPS സംവിധാനങ്ങളെയും മാപ്പിങ്ങും പൂർണ്ണമായി ഒഴിവാക്കി. പകരം ചൈനീസ് കമ്പനിയായ ബൈഡുവിൻ്റെ സഹായം തേടി. ചൈനയുടെ സ്വന്തം ബൈഡു നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തു. ഇന്ന് ഇറാന്റെ മിലിറ്ററി ആവശ്യങ്ങൾക്കുള്ള എല്ലാ കൃത്യമായ മാപ്പുകളും പ്രിസിഷൻ മാപ്സ് ഹാൻഡിൽ ചെയ്യുന്നത് ചൈനയാണ്. ചൈനയുടെ സാങ്കേതിക സഹായം ഉള്ളതുകൊണ്ട് ഇറാന്റെ മിസൈലുകളുടെ പ്രിസിഷൻ അഥവാ കൃത്യത വളരെ കൂടുതലാണ്. അമേരിക്കയ്ക്ക് ജാം ചെയ്യാൻ പറ്റാത്ത ഈ ചൈനീസ് സാറ്റലൈറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇറാൻ സാങ്കേതികമായി തകർക്കാൻ അമേരിക്കക്ക് സാധിക്കുന്നില്ല. എണ്ണയും യുദ്ധവും ഇറാന്റെ ആഗോള കൂട്ടുകെട്ടുകൾ സാങ്കേതികമായി മാത്രമല്ല സാമ്പത്തികപരമായും ഇറാനെ തകർക്കാൻ അമേരിക്കക്ക് കഴിയുന്നില്ല. കാരണം മറ്റാരുമല്ല, ചൈന തന്നെയാണ്. ചൈനക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ കറക്റ്റ് 20% എണ്ണയും അവർ വാങ്ങുന്നത് റഷ്യയിൽ നിന്നല്ല, മറിച്ച് ഇറാനിൽ നിന്നും വെനിസ്വേലയിൽ നിന്നുമാണ്. വെനിസ്വേലയിൽ നിന്ന് അമേരിക്ക നിക്കോളാസ് മഡോറയെ ഭരണം തകർത്ത് അവിടെ ഓയിൽ സപ്ലൈ ചൈനയ്ക്ക് നടത്തുന്നത് പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്തു. 5% വെനിസ്വേലയിൽ നിന്നും 15% ചൈന എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത് ഇറാനിൽ നിന്നുമാണ്. ഈ 5% പരിപൂർണമായി US വെനിസ്വേലയിൽ നിന്നുള്ള എക്സ്പോർട്ട് ചൈനയിലോട്ട് പരിപൂർണമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് അമേരിക്ക അടുത്തതായി തങ്ങൾക്ക് വരുന്ന 15% ഇറാനിൽ നിന്ന് വരുന്ന എണ്ണ സോഴ്സും സ്റ്റോപ്പ് ചെയ്യുമെന്ന് ചൈന ഭയപ്പെട്ടു. ഇന്ന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിക്കുന്ന പ്രശസ്തമായ ഷാഹിദ് ഡ്രോൺ മുഴുവനും സപ്ലൈ ചെയ്തത് ഇറാനാണ്. ചുരുക്കം പറഞ്ഞാൽ ചൈനയുടെ സാങ്കേതിക വിദ്യയും റഷ്യയുടെ മിലിറ്ററി ഡീലുകളും ഇൻഫർമേഷൻസും കാരണം അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ഇറാനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് കാരണം മീനാബിലെ സ്കൂൾ അറ്റാക്ക് പോലുള്ള വലിയ മിസ്റ്റെപ്പുകൾ ഷിയാക്കൾക്ക് ക്രിസ്ത്യാനിറ്റിക്ക് പോപ്പ് പോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയുള്ള ആയത്തുള്ളയെ അസാസിനേറ്റ് ചെയ്യുക. അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടുണ്ടാക്കിയ ഒന്ന് മാത്രമല്ല ഇത്, ഇറാന്റെ ആഭ്യന്തര ഐക്യം വർദ്ധിപ്പിക്കുവാനുള്ള കാരണമായി. ശക്തമായ ഒരു ആഭ്യന്തര പവർ സ്ട്രൈക്കും ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന വലിയൊരു രാജ്യാന്തര കൂട്ടുകെട്ടും ഉള്ളത്തോടത്തോളം കാലം ഇറാന്റെ ഭരണം മാറ്റുക എന്നത് അമേരിക്കയ്ക്ക് ഒരു സ്വപ്നമായി മാത്രം തുടരും. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അമേരിക്കയുടെ തന്ത്രങ്ങൾ ഇപ്പോഴെങ്കിലും ഇറാനിൽ വിജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.